നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്നത്തെ ഈ ENT ടോക്ക് എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫേഷ്യൽ നെർവ് ട്യൂമേഴ്സിനെ കുറിച്ചാണ്. ഫേഷ്യൽ നെർവ് ഒരുപക്ഷെ നമ്മുടെ ക്രേനിയൽ നെർവ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നെർവാണ്, അല്ലെങ്കിൽ ഒരു ഞരമ്പാണ്. നമ്മുടെ കംപ്ലീറ്റ് ഫേഷ്യൽ ഫങ്ഷൻ, നമ്മുടെ എക്സ്പ്രഷൻസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ നെർവാണ്. അപ്പോൾ ഈ ഫേഷ്യൽ നെർവ് ട്യൂമർ കമ്പാരിറ്റീവ്ലി വളരെ അൺകോമൺ ആയിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ്. അതിൻ്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി, നമ്മൾ ഈ ഫേഷ്യൽ നെർവ് ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വളരെ വളരെ റെയർ ആയിട്ടുള്ളൊരു പെത്തോളജിയാണ്. അപ്പം ഈ ഫേഷ്യൽ നെർവിൻ്റെ ലൈനിങ് അല്ലെങ്കിൽ ഷീത്ത്, നെർവ് ഷീത്ത്, ഏതൊരു നെർവിന് അതിനൊരു കവറിങ് ഉണ്ട്. ആ ഷീത്തിൽ നിന്ന് റൈസ് ചെയ്യുന്നൊരു ട്യൂമറാണ് ഷ്വാനോമ എന്ന് പറയുന്ന ട്യൂമർ. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഫേഷ്യൽ നെർവ് ട്യൂമർ എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഈ ഫേഷ്യൽ നെർവ് ഷ്വാനോമയാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ട്യൂമർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, എന്തൊക്കെയാണ് പേഷ്യൻസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മെജോറിറ്റി ഓഫ് ദ ഫേഷ്യൽ നെർവ് ട്യൂമേഴ്സ്, അതായത് ഈ ഫേഷ്യൽ നെർവ് അല്ലെങ്കിൽ ഈ മുഖത്തിൻ്റെ ഈ ഞരമ്പിൽ നിന്ന് റൈസ് ചെയ്യുന്ന ഈ ട്യൂമർ യൂഷ്വലി ബിനൈൻ ആണ്, അതായത് നോൺ ക്യാൻസറസ് ആയിട്ടുള്ളൊരു ട്യൂമറാണ്. എന്നാൽ ഫേഷ്യൽ നെർവ് ഇൻവോൾവ്മെൻറ്റ്, അതായത് ഈ മുഖത്തിൻ്റെ ഈ ഞരമ്പിനെ മറ്റേ ക്യാൻസറസ് ലീഷൻസിനും ബാധിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേഷ്യൽ നെർവ് ഷ്വാനോമാസിനെ കുറിച്ചാണ്. ഇതൊരു ബിനൈൻ കണ്ടീഷനാണ്. അപ്പം ഈ ട്യൂമേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ സ്ലോ ഗ്രോയിങ് ട്യൂമേഴ്സാണ്. സ്ലോ ഗ്രോയിങ് എന്ന് വെച്ചാൽ വളരെ പതുക്കെ ഗ്രോ ചെയ്യുന്നൊരു ട്യൂമറാണ്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസൻറ്റേഷൻസ് വളരെ റാപ്പിഡ് ആയിരിക്കത്തില്ല, പക്ഷേ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആയിരിക്കും വരിക. എന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം ഒരു സൈസ് ആകുന്നിടം വരെ നമുക്കൊരു പക്ഷേ പേഷ്യൻറ്റിന് ഒരു ലക്ഷണവും കാണില്ല. അപ്പോൾ ഏറ്റവും കോമൺ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ പാൽസി ആണ്, അതായത് മുഖത്തിൻ്റെ ഞരമ്പ് ഇൻവോൾവ് ആയേക്കുന്നതുകൊണ്ട് മുഖത്തിന് കോട്ടം വരിക. അപ്പോൾ ഞാനൊരു പക്ഷേ എൻ്റെ നേരത്തെയുള്ള വീഡിയോകളിൽ ബെൽസ് പാൽസി അല്ലെങ്കിൽ ഫേഷ്യൽ പാൽസിയെക്കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയായിരുന്നു. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ പറഞ്ഞ പോലുള്ള ഈ ഫേഷ്യൽ ട്യൂമേഴ്സ്, ഫേഷ്യൽ നെർവ് ട്യൂമേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വളരെ ഏർലി സ്റ്റേജ് ഒരു ഫേഷ്യൽ വീക്ക്നെസ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പലപ്പോഴും ഒരു സ്കാൻ വഴി മാത്രമാണ് നമുക്കിത് പിക്ക് ചെയ്യാൻ പറ്റുക. കാരണം ഈ ഫേഷ്യൽ നെർവ് ട്യൂമേഴ്സ് യൂഷ്വലി നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഏരിയാസിലല്ല. കാരണം ഈ ഫേഷ്യൽ നെർവ് അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഞരമ്പ് ഓടുന്നത് നമ്മുടെ ഈ ടെമ്പറൽ ബോണിനകത്തൂടാണ്. അപ്പോൾ ആ ലൊക്കേഷൻസ് നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ പലപ്പോഴും സ്കാൻ വഴി മാത്രമാണ് ഇത് നമ്മൾ പിക്ക് ചെയ്യുന്നത്. അതായത് ഒരു മുഖത്തിന് കോട്ടം വരുന്നൊരു പേഷ്യൻ്റ് വരിക, നമ്മൾ യൂഷ്വലി മെഡിക്കലി മാനേജ് ചെയ്ത് നോക്കും. അത് റിക്കവർ ആകുന്നില്ലെന്ന് വെച്ചാലാണ് നമ്മൾ സംശയിക്കുന്നത് ഈ പേഷ്യൻറ്റിന് ഇത് സാധാരണ ഒരു ഫേഷ്യൽ പാൽസി അല്ലെങ്കിൽ ബെൽസ് പാൽസി അല്ല, പക്ഷേ അതിന് പുറമെ വേറെ എന്തെങ്കിലും ഒരു കാരണത്താലായിരിക്കാം ഈ പേഷ്യൻറ്റിന് ഈ മുഖത്തിന് കോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്താലും യൂഷ്വലി ആ പേഷ്യൻറ്റിന് എന്ത് ഗ്രേഡ് ഓഫ് ഫേഷ്യൽ പാൽസി ഉണ്ടെന്നുള്ളത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യും. കാരണം ഒരു ഗ്രേഡ് 3, അപ്പോൾ ഈ ഫേഷ്യൽ പാൽസിക്ക് നമ്മൾ യൂഷ്വലി കോമൺലി ഫോളോ ചെയ്യുന്നൊരു ഗ്രേഡിംഗ് പാറ്റേൺ ഉണ്ട് 1 to 6. അപ്പോൾ ഒരു ഗ്രേഡ് 3ക്ക് മേളിലുള്ള ഫേഷ്യൽ പാൽസി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സർജിക്കൽ ഓപ്ഷൻ പേഷ്യൻറ്റിന് കൊടുക്കുക. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഫേഷ്യൽ പാൽസി വന്ന് അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ നെർവ് ട്യൂമർ ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഇത് സർജിക്കലി റിമൂവ് ചെയ്യുമ്പോൾ ഈ ഫേഷ്യൽ നെർവിൻ്റെ ഫങ്ഷൻ ഒരിക്കലും നോർമൽ രീതിയിലോട്ട് വരില്ല. പക്ഷേ നമുക്കത് നിയർ നോർമൽ ആക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകിൽ ആ നെർവും ട്യൂമറും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ നെർവിൻ്റെ ഒരു പോർഷൻ എടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഗ്യാപ്പാണ് രണ്ട് ഞരമ്പിൻ്റെ എൻഡ്സ് തമ്മിലുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു നെർവ്, ഒരു ഗ്രാഫ്റ്റ് വെക്കേണ്ടി വരും. അപ്പം അത് ഹീൽ ചെയ്ത് അതിൻ്റെ റിസൾട്ട് ആയി വരാൻ യൂഷ്വലി 1 വർഷത്തോളം എടുക്കും. പക്ഷേ അതായി വന്നാലും നമുക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടാവുന്ന ഒരു ഗ്രേഡ് ലെവൽ പ്രോബബ്ലി വുഡ് ബി 2 അല്ലെങ്കിൽ 3 ലെവലിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഗ്രേഡ് 3ക്ക് മേളിലോട്ട് ഫേഷ്യൽ പാൽസി പോയെങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു ആക്റ്റീവ് ഇൻ്റർവെൻഷൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 1 or 2 ഉള്ള പേഷ്യൻസിന് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയും. കാരണം എത്ര നാളും കൂടെ ഫേഷ്യൽ നെർവ് ഫങ്ഷൻ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അത് പോട്ടെ. ആസ് സച്ച് എ ട്യൂമർ അല്ലെങ്കിൽ എ പെത്തോളജി അത് കൂടുതൽ വഷളാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ ഒരു എക്സിഷൻ അല്ലെങ്കിൽ റിസെക്ഷന് പോകാറുള്ളൂ. അപ്പോൾ ഏർലി
സ്റ്റേജ് ഫേഷ്യൽ പാൽസി ഉള്ള പേഷ്യൻസിന് യൂഷ്വലി നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് ആണ് ചെയ്യാറുള്ളത്. അത് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് റിസെക്റ്റ് ചെയ്യുക, പിന്നെ അതിന് പുറമെ നെർവ് റിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി പഴക്കമുള്ള ഫേഷ്യൽ പാൽസി ആണെന്ന് വെച്ചാൽ പലപ്പോഴും പേഷ്യൻസ് ശ്രദ്ധിക്കാതിരിക്കും, വർഷങ്ങൾക്ക് ശേഷമായിരിക്കും വരുന്നത്. ആ സമയത്തൊരു ഡയഗ്നോസിസിൽ എത്തുകയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. ട്യൂമർ റിമൂവ് ചെയ്യുകയും അതിനുശേഷം നമുക്ക് പ്ലാസ്റ്റിക് സർജറി വഴി നമ്മുടെ ഈ ഫേഷ്യൽ ഏസിമെട്രി, അതായത് കോടിപ്പോയ മുഖത്തിന് നമുക്ക് പ്ലാസ്റ്റിക് സർജറി ഹെൽപ്പ് പ്രകാരം നമുക്ക് റീആനിമേഷൻ ഓപ്ഷൻസും ഉള്ളതാണ്. താങ്ക് യു.